സിനിമയുടെ സംവിധായകൻ ദേശീയ അവാർഡ് ജേതാവ് ശ്രീ സജിൻ ബാബുവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അങ്ങനൊരു പ്രസംഗത്തിനൊന്നും സമയമില്ലാത്തതുകൊണ്ടും നമുക്ക് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടും പിന്നെ എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടും ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ ഇത്രയും തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർ സജിൻ ചെറിയാൻ അവരുകളെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സർവീസ് സെക്രട്ടറി ഈ സിനിമയിൽ തിയേറ്റർ എന്ന സിനിമയിൽ മെയിൻ ലീഡ് ചെയ്തിട്ടുള്ള ഒരുപാട് കഷ്ടപ്പെട്ടതെങ്കിലും സകല മരത്തിലും കയറി അത് സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എന്നൊക്കെ മനസ്സിലാവും. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫിസിക്കലി എല്ലാ തരത്തിലും. അപ്പോൾ ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. റിമയെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഒരു സിനിമ പ്രാവർത്തികമാവണമെങ്കിൽ ഒരു പ്രൊഡ്യൂസറാണ് ഏറ്റവും പ്രധാനം. ബാക്കി എല്ലാത്തിനേക്കാളും ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം നമുക്കൊരു ഫസ്റ്റിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഒരു പകുതിയിലാണ് നമ്മുടെ പ്രൊഡ്യൂസർ ജോയിൻ ചെയ്യുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ തുടർച്ചയായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതൊരു സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള സിനിമയാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ പ്രൊഡ്യൂസർ ആയതിലും ഉള്ള സന്തോഷം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള അഞ്ജന മേനോനെ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ GS റോഷനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ GS റോഷനെ ഈ വേദിയിലായിട്ട് നമ്മൾ ആദരിക്കുന്ന ഒരു കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് സ്ത്രീകളെയാണ് നമ്മൾ ആദരിക്കുന്ന. അത് സംഗീതം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട GS റോഷനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ രാധാമണി അമ്മ ഉണ്ട്. രാധാമണി അമ്മയും എത്തിയിട്ടുണ്ട്. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ രാധാമണി അമ്മയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രുതി സിത്താരെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമില്ല. ശ്രുതി സിത്താരയും ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രുതിയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഹരിതകർമ്മസേനയിലെ 3 സ്ത്രീകൾ നമ്മളോടൊപ്പം പങ്കുചേരുന്നുണ്ട്. അശ്വിനി സ്വാഗതം ചെയ്യുന്നു. അശ്വിനി അതുപോലെ തന്നെ ഹരിതകർമ്മസേനയിലെ ബിന്ദു ജയസും സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതില് ത്രേസ്യാമ്മ എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ ഈ മരം കയറുന്ന ഒരു ക്യാരക്ടറുണ്ട്, തെങ്ങിലൊക്കെ കയറുന്ന. അപ്പൊ ഞാനിത് എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിനടുത്തൊരു ത്രേസ്യ ചേച്ചി ഉണ്ടായിരുന്നു. അവരായിരുന്നു ഞാൻ തെങ്ങി കയറുന്നതും പ്ലാവി കയറുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. അവരാണ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. ആ പേരിൽ തന്നെ ഒരാൾ നമ്മുടെ ഒന്നുള്ള സന്തോഷമാണ്. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എല്ലാവരും എത്താൻ പറ്റില്ല, അതുകൊണ്ട് പലർക്കും വിഷമാവും. അതുകൊണ്ട് എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഒരുപാട് പേര് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള മേഡത്തിൻ്റെ കൂടെ ഒപ്പം നിന്ന് ചെയ്യുന്ന ഫിലിപ്പ് സക്കറിയ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആദ്യം മുതലേ തന്നെയുള്ള സുരേഷ് നിലമേൽ സാർ, സുഭാഷ് ഉണ്ണി സാർ, ലൈൻ പ്രൊഡ്യൂസർ സുഭാഷ് ഉണ്ണി സാർ, പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടെ ഉണ്ട് അജിത് വിദ്യാസാഗർ. അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ സെറ്റിൽ എല്ലാവർക്കും അരിമ സാർ സിംഗ് സൗണ്ടായിരുന്നു.
എന്തായാലും യാദൃച്ഛികമായിട്ട് ഇവിടെ എത്തിയതാണ്. അലി മാസ്റ്റർ വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്. ഈ സിംഗ് സൗണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റയ്ക്ക് അത് പറയേണ്ട കാര്യമില്ല. സാറിന്റെ അംഗമൊക്കെ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പെരുമാസനുണ്ട്, ശ്യാമുണ്ട്, ഇതിന്റെ DOP ഒരുപാട് കഷ്ടപ്പെട്ട് പല കാര്യങ്ങളിലും കൂടെ നിന്ന ശ്യാമുണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഹരിയേട്ടനുണ്ട്. പിന്നെ നമ്മുടെ കൂടെ അഭിനയിച്ച ആൻ സലീമുണ്ട്, അശ്വതി ഉണ്ട്. പിന്നെ ഇതിൽ ഇവിടുത്തെ വളരെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരുപാട് പേര് ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട RJ അഞ്ജലി ഉണ്ട്. പിന്നെ ഞാൻ സുരേഷ് എല്ലാവരും. പിന്നെ സൗണ്ട് നമ്മുടെ പ്രൊമോട്ട് കൃഷ്ണൻ ബാലകൃഷ്ണൻ. ഞാൻ പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ ചൊറിയാവും മൊത്തത്തിൽ. അപ്പോ അതിലുപരി ഇവിടെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും പേഴ്സണൽ ബന്ധമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.